2009 നവംബറിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ഞെട്ടിക്കുന്നൊരു രഹസ്യം കേരള ജനതയോട് വെളിപ്പെടുത്തി. രാജ്യം തിരയുന്ന കൊടും ഭീകരൻ കൊച്ചിയിൽ വന്നിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയെന്നാണ് കോടിയേരി സ്ഥിരീകരിച്ചത്. ഇന്ത്യ ഞെട്ടിത്തരിച്ച മുംബൈ ഭീകരാക്രമണം നടന്ന് അപ്പോഴും ഒരു വർഷമായിരുന്നു. അന്ന് കൊച്ചിയിൽ രഹസ്യമായി വന്ന് താമസിച്ചയാൾ ആരായിരുന്നു? രാജ്യത്തെ വിറപ്പിച്ച മുംബൈ സൂത്രധാരൻ ഡോക്ടർ തഹാവൂർ ഹുസൈൻ റാണ. ആരാണ് തഹാവൂർ റാണ? എന്തിനാണ് കൊച്ചിയിൽ വന്നത്? ആരെല്ലാമാണ് കേരളത്തിൽ രഹസ്യമായി കണ്ടത്? കേരളത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടു? എങ്ങനെയാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്? റാണയിൽ നിന്ന് ഒട്ടേറെ ദുരൂഹതകൾ. ഇനി ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഏജൻസികൾ. വളരെ അപകടകാരിയായ ഒരു മനുഷ്യൻ ഇന്ത്യയിലേക്ക് വരുന്നു. മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയുമായി പ്രത്യേക വിമാനം ഇന്ത്യയിലേക്ക്. റാണയുടെ വരവ് US-ലെ നിയമ വഴികൾ എല്ലാം അടഞ്ഞതോടെയാണ്. 2008-ലെ മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കും. പ്രത്യേക വിമാനത്തിലാണ് എത്തിക്കുക. അമേരിക്കൻ നിയമവഴികൾ എല്ലാം അടഞ്ഞതോടെയാണ് തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. തന്നെ ഇന്ത്യയിലേക്ക് നാട് കടത്തരുത് എന്ന റാണയുടെ ഹർജി US സുപ്രീം കോടതി തള്ളിയിരുന്നു. സ്റ്റേ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ ഹർജിയും തള്ളിയിരുന്നു. മാർച്ചിലും സമാന ഹർജി സുപ്രീം കോടതി തള്ളി. ഫെബ്രുവരിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തഹാവൂർ റാണ ഇന്ത്യയിൽ നീതിയെ നേരിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മുംബൈയിൽ 2008 നവംബർ 26 ബുധനാഴ്ച മുതൽ 29 ശനിയാഴ്ച വരെ ഏതാണ്ട് 60 മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിൽ ഭീകരരടക്കം 174 പേരാണ് കൊല്ലപ്പെട്ടത്. 327 പേർക്ക് പരിക്കേറ്റു. നിരവധി വിദേശ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി. അമേരിക്കൻ സ്വദേശികളായ 6 പേരും ഇസ്രായേൽ സ്വദേശികളായ 4 പേരും ജർമ്മനിയിൽ നിന്നുള്ള 3 പേരും ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 2 പേര് വീതവും ഇറ്റലി, ബ്രിട്ടൻ, നെതർലാൻഡ്, ജപ്പാൻ, ജോർദാൻ, മലേഷ്യ, മൗറീഷ്യസ്, മെക്സിക്കോ, സിംഗപ്പൂർ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ആളുകളും കൊല്ലപ്പെട്ടു. ഭീകരവിരുദ്ധ സേനയുടെ മേധാവിയായിരുന്നു ഹേമന്ത് കർഗയടക്കം 15 പോലീസുകാരും ജീവത്യാഗം ചെയ്തു. മലയാളി സൈനികൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ചതും നാടിൻ്റെ കണ്ണീരോർമ്മയാണ്. രാജ്യം പേടിക്കുക മാത്രമല്ല നാണിച്ചു പോവുകയും ചെയ്ത ദിനങ്ങളായിരുന്നു അത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സുരക്ഷയെ ഇത്രയേ ഉള്ളൂ എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിനങ്ങൾ. അജ്മൽ കസബ് എന്ന ഒരു ഭീകരനെ മാത്രമാണ് ജീവനോടെ പിടികൂടാനായത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പിന്നീട് തെളിഞ്ഞു. ആക്രമണത്തിൻ്റെ സ്വഭാവം വെച്ച് ഒരു കാര്യം വ്യക്തമായിരുന്നു: പെട്ടെന്ന് നടന്ന ഒരു കാര്യമല്ല അത്. മാസങ്ങളുടെ ആസൂത്രണവും പരിശീലനമുള്ള പദ്ധതിയായിരുന്നു അത്. ഒരുപാട് ക്രിമിനൽ മസ്തിഷ്കങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുവെന്നും ഉറപ്പാണ്. അവരെ കണ്ടെത്താനായി പിന്നെ ഇന്ത്യയുടെ നീക്കം. ആഗോള ഭീകരതയോട് പൊരുതുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഇവരെ കണ്ടെത്താൻ ഇന്ത്യക്ക് ഒപ്പമുണ്ടായിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യക്ക് കൈമാറരുതെന്ന തഹാവൂർ റാണയുടെ ഹർജി US സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. പാക് വംശജനായ ഈ കനേഡിയൻ പൗരനാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളെന്ന് ഇന്ത്യ പറയുന്നു. US സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആണ് ഹർജി തള്ളിയത്. ഇതോടെയാണ് ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം വേഗത്തിലാക്കിയത്. 64-കാരനായ തഹാവൂർ റാണയെ ലോസ് ആഞ്ചൽസിൽ മെട്രോപൊളിറ്റൻ ജയിലിൽ അടച്ചിരിക്കുകയാണിപ്പോൾ. പാക് വംശജനും മുസ്ലിം വിശ്വാസിയുമായതിനാൽ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു 64-കാരനായ റാണയുടെ വാദം. തനിക്ക് വിവിധ അസുഖങ്ങളുണ്ടെന്ന റാണയുടെ വാദവും കോടതി പരിഗണിച്ചില്ല. ഇന്ത്യ കഴിഞ്ഞ കുറേ കാലമായി റാണയുടെ പിറകെയുണ്ട്. റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചതും വലിയ വാർത്തയായി. വളരെ അപകടകാരിയായ ഒരു മനുഷ്യനെ US ഇന്ത്യക്ക് കൈമാറുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ നിലപാടിനെ അഭിനന്ദിച്ച മോദി ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തു. മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ദീർഘകാലമായി പിന്തുണച്ചിട്ടുണ്ട് എന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. തന്നെ ഇന്ത്യക്ക് കൈമാറാനുള്ള US നടപടിക്കെതിരെ റാണ തുടർച്ചയായി US കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. കീഴ്ക്കോടതികൾ അപ്പീലുകൾ തള്ളിയതോടെയാണ് US സുപ്രീം കോടതി റാണയെ സമീപിച്ചത്. ഇപ്പോൾ അതും തള്ളിയിരിക്കുകയാണ്.
റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നതോടെ സുരക്ഷാ ഏജൻസികൾക്ക് ചോദ്യം ചെയ്യലിലേക്കും വിചാരണ നടപടികളിലേക്കും കടക്കാൻ സാധിക്കും. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള വ്യവസായിയും കനേഡിയൻ പൗരനുമായ തഹാവൂർ റാണയ്ക്ക് അക്രമത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നും ഭീകരനുമായി പാക് നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യ കണ്ടെത്തിയിരുന്നു. പാക് US ഭീകരനും മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണ നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതിന് തെളിവുമുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതി ഹർജി തള്ളിയതോടെ റാണയുടെ ജീവിതകഥയും ലോകമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. റാണയ്ക്കിനി ഇന്ത്യൻ ജയിലുകളിൽ ഉണ്ടതില്ല. തീഹാർ ജയിലിലേക്കായിരിക്കും റാണയെ കൊണ്ടുപോവുക. തലസ്ഥാനത്ത് മുഴുവൻ പട്ടാളക്കാർ വിന്യസിച്ചു കഴിഞ്ഞു. ഇന്ത്യയെ നാണിപ്പിച്ച, ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച മുംബൈ ഭീകരാക്രമണത്തിൽ 174 പേരുടെ ജീവനില്ലാതാക്കിയ ആ ഭീകരനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മോദി സർക്കാരിൻ്റെ ഒരുപാട് കാലത്തെ വെല്ലുവിളികളിലൊന്നായിരുന്നു. ട്രംപ് വന്നതോടുകൂടി ആ വെല്ലുവിളികൾ പൂർത്തിയായി. അതായത് റാണ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ജീവന് വേണ്ടി ഇന്ത്യ റാണയിൽ നിന്ന് വാങ്ങുന്നത്? അതായത് റാണയ്ക്കിനി രക്ഷയില്ല. വിചാരണകൾ നേരിടേണ്ടി വരുമ്പോൾ തുറന്നു പറയുന്ന സത്യങ്ങൾ ഒരുപക്ഷെ ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ഞെട്ടിക്കുന്നതായിരിക്കും. പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന, തീവ്രവാദം പ്രഖ്യാപിക്കുന്ന ഓരോ ഭീകരർക്കുമുള്ള മുന്നറിയിപ്പാണ്. മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയെ ആക്രമിച്ച ഒരു ഭീകരനും വെറുതെ പോകില്ല. കിട്ടേണ്ട ശിക്ഷ അറഞ്ചം പുറഞ്ചം വാങ്ങി തന്നെ എത്തേണ്ടിടത്തെത്തും. എന്തായാലും റാണയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് 1 വർഷം പിന്നിടുമ്പോൾ എന്തിനാണ് കൊച്ചിയിലെത്തിയത്? കൊച്ചിയിൽ ആരെയൊക്കെ കണ്ടു? ആരുമായി കൊച്ചിയിൽ ബന്ധം സ്ഥാപിച്ചു? കേരളത്തിലും ഭീകരപ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നോ? ഇന്ത്യയെ തകർക്കാൻ മറ്റ് ഭീകര സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്നു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് റാണ ഹുസൈൻ എന്ന 64-കാരൻ മറുപടി പറയേണ്ടി വരും. ആ മറുപടി വെറുതെ പറയുന്നതായിരിക്കില്ല. അത് കൃത്യമായ ചോദ്യമുനകളിൽ നിന്ന് കിട്ടേണ്ടതുപോലെ കിട്ടി വാങ്ങി പറയുന്ന മറുപടികളായിരിക്കും. റാണ ഹുസൈൻ്റെ ഓരോ മറുപടിക്കും അയാൾ ഓരോ തരത്തിലാകും വില നൽകേണ്ടി വരുന്നത്. ഭീകരരോടൊരു വാക്ക് മാത്രം, ഇത് മോദി ഭരിക്കുന്ന ഇന്ത്യയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെയും പോയി ഏത് ഭീകരരെയും തീർക്കാൻ ഒരു മടിയും ഇന്ത്യൻ സർക്കാരിനില്ല എന്ന് ഓർത്താൽ നന്ന്.